Okay, guys, welcome back to our YouTube channel. KK ഫാമിലി, കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ഫാമിലി. പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന കോലാഹലങ്ങൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കാണുന്നുണ്ടല്ലോ അല്ലേ? കൃഷ്ണകുമാർ അദ്ദേഹം ഇടപെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, തൻവിയുടെ ചാനലിൽ തൻവി രാവിലെ ഇട്ട വീഡിയോ കാണാനില്ല, പ്രൈവറ്റ് ആക്കി. അഹാന കൃഷ്ണ ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ അതും ഇപ്പോൾ കാണാനില്ല, അതും മുക്കിക്കളഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃഷ്ണകുമാർ അദ്ദേഹവും സിന്ധു ചേച്ചിയും എല്ലാം നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. മക്കളെ നിർത്തിക്കോ, അഹാനയോട് പറഞ്ഞു കാണും. അഹാന ഒരു വീഡിയോ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സിന്ധു കൃഷ്ണ ഇരിപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ മോളെ അത് മാറ്റിക്കോ എന്ന് പറഞ്ഞു കാണും. അതുപോലെ തന്നെ തൻവിക്ക് ഒരു ഭീഷണി കോള് ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് തൻവിയും വീഡിയോ പ്രൈവറ്റ് ആക്കിയത്. എന്താണെങ്കിലും എത്രയൊക്കെ പ്രൈവറ്റ് ആക്കിയാലും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വീഡിയോ കണ്ടു കഴിഞ്ഞതാണ്. നമ്മളൊക്കെ കുറേ പേരൊക്കെ, പ്രത്യേകിച്ച് റിയാക്ഷൻ ചാനലുകാരെല്ലാവരും, ഞാൻ ചെയ്തില്ല, എനിക്ക് വേറൊരാളിൽ നിന്ന് മേടിക്കേണ്ട വന്നു, എന്തായിരുന്നാലും ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം തീർന്നു, നാണം കെട്ട് നാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ പ്രശ്നമായിക്കോട്ടെ, അവരുടെ കുടുംബത്തിലെ പ്രശ്നം ഇതുവരെയായിട്ടും ഇവരാരും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ നിന്നിട്ടില്ല. ഇവിടെ പല ഈ വ്ളോഗേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ അവരുടെ കുടുംബത്തിലെ പല കാര്യങ്ങളും, നല്ല കാര്യങ്ങളായിക്കോട്ടെ മോശം കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നമ്മളോട് വന്നങ്ങോട്ട് വിളമ്പും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുടുംബത്തിലെ പ്രശ്നമൊക്കെ എന്തിനാ നാട്ടുകാരെ കേൾപ്പിക്കേണ്ട കാര്യം? വല്ല ആവശ്യമുണ്ടോ? ഇല്ല. വന്നിരുന്ന ആരെങ്കിലും ഒക്കെ കഥ പറയും, ലാസ്റ്റ് പിന്നെ അതിൻ്റെ പേരിൽ അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഏറും, അവസാനം ആ കുടുംബം തന്നെ ഇല്ലാതെയാവും. ഇവിടെ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലും അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. തൻവി വന്നു പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ തൻവിയുടെ വീഡിയോയിൽ തന്നെ ഈ സിന്ധു കൃഷ്ണയുടെയൊക്കെ അമ്മ അവർ പറയുന്ന കാര്യങ്ങൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഹാനയൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എൻ്റെ പൊന്നു മോളെ, മെയിൻ സ്ട്രീം ചാനലുകാർ വരെ മറ്റേ പോസ്റ്ററൊക്കെ ഇറക്കി തുടങ്ങി. അഹാന എന്നെ അടിക്കാൻ വന്നു. ആ അമ്മൂമ്മ പറയുന്നതാണ്, വഞ്ചകി എന്നാണ് അവരുടെ ഭർത്താവ് ഈ സിന്ധു കൃഷ്ണയെ വിളിച്ചിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവുക. അഹാനയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച എന്താണ്, അഹാന പറയുന്നതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട്. ചില കുടുംബത്തിൽ പ്രായമായ ചില അമ്മൂമ്മമാര് നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ കുറച്ച് പാടായിരിക്കും അവരുടെ വായിൽ നിന്ന് വീഴുന്നത്, അവരുടെ ഉപദ്രവം. നമുക്ക് ചില ആളുകൾക്ക് ചിലരൊക്കെ എന്തും അവർ ചെയ്തു തന്ന കാര്യങ്ങൾ ഓർത്തിട്ട് സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കും. പക്ഷെ ഭൂരിഭാഗം എന്ന് പറയുന്നത് തെറ്റായി പോകും അല്ലേ, കുറച്ച് ആളുകൾ, ഒരു 50% ആളുകൾ മടുക്കും, വയ്യ, എന്നിട്ട് നേരെ എന്ത് ചെയ്യും, അവരെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഇതുപോലെ നോക്കുന്ന ഈ ഓഫണേജ് എന്ന് ഞാൻ പറയുന്നില്ല, പ്രായം അവരെ നോക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാശൊക്കെ കൊടുത്ത് അവരെ ഏൽപ്പിക്കും, ഇല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് ഒരു വീട്ടിലാക്കും, എന്നിട്ട് അവിടെ ഒരു ഹോം നേഴ്സിനെയൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഇന്ന് ചിലയിടത്തൊക്കെ നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ക്ലാസ് കൂടുന്തോറും ഈ ഹൈ ക്ലാസ് ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സാധാരണക്കാര് നമ്മളൊക്കെ പൈസ ഇല്ലടേ അങ്ങനൊന്നും കൊണ്ട്, പിന്നെ അമ്മൂമ്മമാര് പറയുന്നതൊക്കെ കേട്ട് എൻ്റെ പൊന്നമ്മൂമ്മ മിണ്ടാതിരി അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങിരിക്കും. പക്ഷെ ഈ ക്ലാസ് കൂടുന്തോറും ആളുകൾക്ക് പിടികിട്ടിയല്ലോ. അതാണ് ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും തൻവി പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ മുക്കിയാലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇനി ആ കുട്ടിക്ക് തന്നെ തോന്നിയിട്ട് മുക്കിയതാണെന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ടവർ, നമ്മൾ അവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബേസിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, അമ്മൂമ്മയുടെ ആ ചെറിയൊരു ഷോട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ ആ വീഡിയോ എടുത്ത് എപ്പോഴാന്ന് വെച്ചാൽ, നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മൂമ്മ ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മേനെ എൻ്റെ വീഡിയോ ഷോട്ടിലേക്ക് കയറ്റാം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷേ അമ്മൂമ്മ വിളിച്ചപ്പോഴും പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം പോലെ, വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഷോട്ട് എടുത്തു. അമ്മൂമ്മ എനിക്ക് ആരുമില്ല, എന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പൂപ്പം പോയതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കിയ ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മയ്ക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടേതായ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മയ്ക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അതുമാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും
അവരുടെ പാമ്പർ മാറ്റോ അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. ബാക്കി കേൾപ്പിക്കാമേ. അപ്പോൾ തൻവി പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും ചോദിച്ചൊരു കാര്യമാണ്. മോളെ തൻവി, നീ എന്തിനാണ് ആ അമ്മൂമ്മ നിന്നെ വിളിച്ചപ്പോൾ, നമ്മൾ ആരാണെങ്കിലും ചോദിച്ചു പോകും, ഞാനും ചോദിച്ചു, നീ അമ്മൂമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കുന്നത് ഓക്കെ, എന്തിനാണ് അത് നീ ഒപ്പിയെടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ നീ ഇങ്ങനെ കേൾപ്പിക്കുന്നത് എന്നുള്ളൊരു സാധനം. അവരുടെ ആ ഒരു പാർട്ട് 1 നാട്ടിലേക്ക് വന്ന വീഡിയോയുടെ പാർട്ട് 1 അവർ പറയുന്ന ഒരു കാര്യമാണ്. അമ്മൂമ്മ സംസാരിക്കുന്നത് കേൾപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിന്, ഫോർ വാട്ട്? അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ എന്തിന് ജനങ്ങളെ കേൾപ്പിക്കുന്നു? അത് കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും സിന്ധു കൃഷ്ണനെ എല്ലാം വിളിച്ച് നല്ല പള്ളു പറയും, കല്ലെടുത്ത് എറിയും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ തൻവി പറയുന്നത്, ഞങ്ങൾ പാക്കിങ്ങിലായിരുന്നു, ഞാൻ പാക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് അമ്മൂമ്മ വിളിക്കുന്നത്, അതും കൂടെ ഞാൻ അങ്ങ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്നാണ് തൻവി പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. വേറൊരു കാര്യം, OCD, ഓക്കെ, ആ ഒരു അസുഖം ആ ഒരു അമ്മൂമ്മയ്ക്കുണ്ട്. അത് ഈ കൊച്ചുമകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ അഹാന കൊച്ചുമകൾക്ക് എന്താ അത് മനസ്സിലാവാത്തത്? ഇല്ലെങ്കിൽ സിന്ധു കൃഷ്ണയ്ക്ക് എന്താ അത് മനസ്സിലാക്കാത്തത്? അവർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. അവർ കൈവിട്ടവരെന്തും പറയും, അവർക്ക് ഈ ക്ലീൻനെസ് ഇതിൻ്റെ. പിന്നെ അഹാനയും സിന്ധു ഒക്കെ, സിന്ധു പറഞ്ഞിട്ടില്ല, പുറകെ ഇരുന്ന് പറയുന്നതേ ഉള്ളൂ ക്യാമറയുടെ. അഹാനയാണ് പറഞ്ഞത് വീട് വൃത്തിയാക്കാതെ ആകെ അലങ്കോലമായിട്ടാണ് കിടന്നിരുന്നത്. അവർക്ക് അവരായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കട്ടെ എന്നുള്ളൊരു മൂഡായിരിക്കും അവർ. പിടികിട്ടിയോ? പിന്നെ അവരുടെ പ്രായം അതൊന്നും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ മതി. അവരെ നിങ്ങളെടുത്ത് തല വെച്ച് ഡാൻസ് കളിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ഇന്ന് ടോളറേറ്റ് ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. അത് ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺസ് ആണ്, ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ആണത്. അവർക്ക് ചിലപ്പം സിന്ധു കൃഷ്ണയ്ക്കാണെങ്കിലും അഹാനയ്ക്കാണെങ്കിലും അവരുടെ വായിൽ നിന്ന് വീഴുന്നത് ചിലപ്പം സഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും, അതുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ ഈ ഗ്രൂപ്പിലൊക്കെ പോയി അവരെ നല്ല വർത്താനം പറയുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ. നോക്കാനോ പറ്റുന്നില്ല. പിന്നെ ഇവർ കാശ് കൊടുക്കുന്നുണ്ട്, ഹോം നേഴ്സിനെ വെച്ച് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. തൻവി പറയുന്നത്, തൻവി ആരൊക്കെ വന്നാലും, തൻവി അതിനുള്ളൊരു എക്സ്പ്ലനേഷനും റീസണും പറയുന്നുണ്ട്. ആരൊക്കെ വന്നാലും അമ്മൂമ്മയ്ക്ക് പിടിക്കാത്തതും അമ്മൂമ്മ അവരെ ഓടിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, അവർക്ക് അസുഖമുണ്ട്. ആരൊക്കെ വന്നാലും അവർക്കത് പിടിക്കത്തില്ല. ഇത് മനസ്സിലാക്കുന്ന ഒരു മോളായിരിക്കണ്ടേ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള സിന്ധു കൃഷ്ണ? അതാണ് എൻ്റെ ചോദ്യം. സിന്ധുവിനെ മാറ്റി നിർത്താം. അഹാന, എന്താണ് അഹാന ഇങ്ങനെയൊക്കെ തല്ലാനൊക്കെ പോയിട്ടുണ്ടല്ലേ? മെയിൻ സ്ട്രീം ചാനലുകാർ വരെ ആഘോഷിക്കുന്നു അഹാന. ഇനിയിപ്പോൾ എങ്ങനെ ഇതൊന്ന് കോംപ്രമൈസ് ഒന്നല്ല, ഇത് എങ്ങനെ മുക്കും? ഈ വീഡിയോ ചെയ്യുന്ന നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോലീസിനെ അയച്ച് ആ രീതിയിൽ ഒതുക്കാം, അതാണോ ഇപ്പൊ തലേ കൂടെ ഓടുന്നത്? അതോ വീഡിയോ ഒക്കെ മുക്കി കുറച്ച് കാലത്തേക്ക് ഇത് മിണ്ടായിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും പാപത്തി ഓടിക്കോളും, ആ ഒരു സാധനം അറിയാവുന്നത് കൊണ്ടാണോ? എന്താണെങ്കിലും എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സത്യമാണ്. താരങ്ങളുടെ കുടുംബത്തിലും ഒക്കെ ഉണ്ടടേ വളരെ വളരെ ചീപ്പായിട്ടുള്ള പ്രശ്നങ്ങളാ. അതാണ്, കേട്ടല്ലോ നിങ്ങൾ. ആ അമ്മൂമ്മയ്ക്ക് അസുഖമാണ്, ആളുകൾക്ക് സൈക്കോളജിക്കലി പല പ്രശ്നങ്ങളും വരും. അത് കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കി അവരെ ടേക്ക് കെയർ ചെയ്യുക, അതാണ് വേണ്ടത്. അവരുടെ വായിൽ നിന്ന് പലതും വന്നേക്കാം. ഞാൻ അറിഞ്ഞിട്ടില്ല ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നം, ഇങ്ങനൊരു അസുഖം. അതൊരു അസുഖം, ഒരു ഇൽനെസ് ആണത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നവർ പിന്നെ അവരെ ഓരോന്ന് പറയാൻ പോവോ? നിങ്ങൾ ആരെങ്കിലും പോവോ? നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പ്രിയപ്പെട്ടവരെ, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും ക്ലിക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇനി നമുക്ക് തൻവി പറയുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ആ അമ്മൂമ്മ പറയുന്നതും ഒരുപാടുണ്ട്, എല്ലാം ഒന്നും നമുക്കിവിടെ കുത്തിക്കയറ്റാൻ പറ്റത്തില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കുറേ ഞാൻ കേട്ടത്, അവരുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യാമേ. ഞാൻ പറയാമല്ലോ, സത്യം പറയാമല്ലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെയാണ് വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രങ്ങൾ ഈ എല്ലാ കാര്യവും അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ എന്നെ അടുക്കള എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കണ്ടു കാണും, എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വയ്ക്കുന്നത്. എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പം സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല, എന്നെ നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാന വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ,
എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവർ. ആ കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ, അവരുടെ കൊച്ചുങ്ങൾ മൂന്നും, ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കണ പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ ഒരു ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. അമ്മൂമ്മ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അപ്പൂപ്പൻ മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തൻവിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, ഇവർ നോക്കുന്നില്ല, അവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അത് മോളിപ്പോൾ സമ്മതിക്കുന്നുണ്ടല്ലോ തൻവിക്കുട്ടി കമൻ്റ് ഇട്ടവരെയും റിയാക്ട് ചെയ്തവരെയും മറ്റേ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അത് തൻവി ആദ്യമേ മനസ്സിലാക്കുക. തൻവി കാണിച്ച വീഡിയോ, അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ മകളുണ്ട്, അവർ തിരിഞ്ഞു നോക്കുന്നില്ലേ എന്നാരാണെങ്കിലും ചോദിക്കും. ഓക്കെ, അല്ലാതെ ആ വീഡിയോയിൽ നിന്ന് ഇത് മാത്രമേ ഞാനിതാണ് ഉദ്ദേശിച്ചത്, അമ്മുമ്മ എന്നെ വേണം അടുത്ത്, അതുകൊണ്ട് ഇങ്ങനെ സാധനം പറയുന്നു, എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു, അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവില്ല. ഓക്കെ തൻവി, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളാ കാണിക്കുന്നതിനകത്തൊന്ന് പ്രോപ്പറായിട്ട് എല്ലാവർക്കും, പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും എന്താ മനസ്സിലാക്കിയത്? തൻവിയുടെ ആ വീഡിയോ, അമ്മുമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആരും എന്നെ നോക്കാനില്ല, എന്നെ ആരും വിളിക്കാനില്ല. അത് കേൾക്കുമ്പോഴേ അവർക്കൊരു മോളില്ലേ, 2 പെമ്മക്കളില്ലേ, അവരെന്തിയേ? 2 ഇനി അത് എനിക്കറിയില്ല, വോട്ടവർ ഈ പെൺകുട്ടിയുടെ തൻവിയുടെ അമ്മയുണ്ടല്ലോ, സോ അതുകൊണ്ടാണ് ഞാൻ 2 പറഞ്ഞത്. വേറെ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അതെന്തോ ആയിക്കോട്ടെ, ഇറ്റ് ഡസൻ കെയർ ഫോർ അസ്, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ ഈ 2 പേരെ നമുക്കറിയാം. ഇങ്ങനെ 2 പേരുള്ളപ്പോൾ അവരെന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ആരാണെങ്കിലും ചോദിച്ചു പോകും തൻവി. അത് തൻവി മനസ്സിലാക്കുക. തൻവിയുടെ കൂടെ തന്നെയാണ് നമ്മളൊക്കെ. കാരണം അപ്പുറത്തെ ടീംസിനെ നമുക്ക് അറിയാം. കഴിഞ്ഞ ദിവസം അഹാനയുടെ വീഡിയോ കണ്ടപ്പോൾ ഒക്കെ ഞാനും ഇവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്ന തൻവിയുടെ വീഡിയോയും ഞാൻ മാറ്റി നിർത്താം. തൻവി പറയുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അതിനും ഒരു ഓപ്പോസിറ്റ് സൈഡ് കാണും. പക്ഷേ എന്തുകൊണ്ട് തൻവി വീഡിയോ ഇട്ട് 3 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ പ്രൈവറ്റ് ആയിപ്പോയി? എന്തുകൊണ്ട്? അഹാന കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒരാഴ്ച ഈ വീഡിയോ ഇവിടെ കാണും, അത് കഴിയുമ്പോൾ ഞാൻ ഇത് കളയുമെന്ന്. എന്തുകൊണ്ട് ആ പറഞ്ഞ അഹാന 2 ദിവസത്തിനുള്ളിൽ തന്നെ വീഡിയോ മാറ്റി? അതാണ് ചോദ്യം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് തൻവിയുടെ സൈഡിൽ എന്തൊക്കെയോ ശരികളുണ്ട്, ആ പെൺകുട്ടി പറയുന്നതിനകത്താണ് കൂടുതൽ ശരികളെന്ന് ഞാൻ ഉറപ്പിക്കാൻ കാരണം ഉറപ്പായിട്ടും കൃഷ്ണകുമാറോ ആരെങ്കിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോകളെല്ലാം കാണാതെ പോയത്. മനസ്സിലായോ? കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ അയ്യോ നമ്മളൊക്കെ പ്രശ്നക്കാർ, അവരുടെ കണ്ടന്റ് മോട്ടിച്ച് അങ്ങോട്ട് നമ്മൾ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവർ. ഇവരെന്തോ ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ അഹാനയാണെങ്കിലും സിന്ധു ആണെങ്കിലും എന്താ കാണിക്കുന്നത്? സ്വന്തം ജീവിതം എന്തിനാ മറ്റുള്ളവരെ കാണിക്കാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ അത്രയും ചീപ്പ് പരിപാടി വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ജീവിതം മറ്റേ റംബൂട്ടാൻ വളരുന്നതും വാട്ട് ആർ തിങ്സ് ദേ ആർ ഡൂയിങ്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അതാണ് എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ ചീപ്പ് പരിപാടി. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കുക, ചോറിനത് കാണിക്കുക. എന്തിന്? അതിൻ്റെ ആവശ്യം എന്താ? അതും വീഡിയോയിലൂടെ കഥ പറഞ്ഞ്. നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, നല്ല എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയി അതെടുത്ത് ഇടുന്നു, ഓരോരുത്തരുടെ ഇഷ്ടം ആയിക്കോട്ടെ. ഇത് അതിനകത്ത് പ്രത്യേകിച്ച് പൈസ കിട്ടാനോ വരുമാനത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല, ഒരു മനസുഖം. ഇത് മനസുഖമാണെന്ന് പറയരുത്, ഇത് തിന്നുന്നതും എല്ലാം കാണിക്കുന്നത് കാശിന് വേണ്ടിയിട്ട്. അതിനോട് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ യോജിപ്പില്ല. നമുക്ക് ബാക്കി കേൾക്കാം തൻവി പറയുന്നത്. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മുമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മുമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം, അമ്മുമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മുമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മുമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മുമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് വന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അച്ഛന് വേണ്ടി ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ
ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയതായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു സ്ത്രീ വന്നു. അവർ വന്ന് ജോലിക്ക് ഇങ്ങനെ നിന്നു. ഞാൻ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 2 ദിവസം, അതുമാത്രമല്ല അമ്മൂമ്മയുടെ കസിൻ ഉണ്ടായിരുന്നു ഗിരിജ വല്യമ്മ എന്ന് പറഞ്ഞിട്ട്, അവരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ പകുതി പണി ഞാനാണ് ചെയ്തത്. ഈ ചേച്ചിയെ കൊണ്ട് മേല് വരെ ഞാൻ ഒരു ദിവസം 8 തൊട്ട് 4 മണി വരെ നിൽക്കുന്ന ആളാണ്. അതിന് 8 മണിക്ക് വരാനുള്ളവർ 9 മണിയായിട്ടാണ് വരുന്നത്. ഓക്കെ, പോട്ടെ. ഞാൻ പറഞ്ഞ അമ്മൂമ്മ പോട്ടെ, അവർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം. ഈ 8 മണി എന്നുള്ള ഡെയിലി 8:45, 9, 8:45, 9, എന്നിട്ട് അവർക്ക് 4 മണിക്ക് പോകണം 3. പക്ഷേ ഈ സാലറി അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 8 തൊട്ട് 4. അപ്പം നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചോ, 8 തൊട്ട് 4 മണി വരെയാണ് ജോലി. നിങ്ങൾക്ക് 2 മണിക്ക് ജോലി ചെയ്യണം, നിങ്ങൾ 2 മണിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് ഈ ക്ലീനിങ് ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും. അപ്പോൾ എന്നിട്ട് 500 ഒരു ദിവസം എന്തോ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അറിയാതെ അമ്മൂമ്മ എക്സ്ട്രാ 50 രൂപ ഗ്യാസിന് വരെ കൊടുത്തു. ഞാൻ അമ്മൂമ്മനെ വഴക്ക് പറഞ്ഞു, അമ്മൂമ്മ ഒന്നാതെ പൈസ ഇല്ലാത്ത സമയം എന്തിനാ ഇങ്ങനെ ആവശ്യമില്ല അമ്മ മക്കളെ. തൻവി കാനഡയിലായതുകൊണ്ടായിരിക്കാം ആ ഒരു കേസ് അറിയാത്തത്. ജോലിക്കാരെ കിട്ടാൻ പാടാ മോളെ എന്ന്. ഓക്കെ, ജോലിക്കാരെ കിട്ടാൻ പാടാ, നല്ല പാടാ. ഈ 500 രൂപയ്ക്കൊക്കെ രാവിലെ 8 തൊട്ട് വൈകിട്ട് 4 വരെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ചെറിയ കാര്യമല്ല. 3 മണിക്കൂറിൽ നമ്മുടെ വീടും പറമ്പും ഒന്നൊന്ന് കിളച്ചിടാൻ വരുന്നവർക്ക് 1000, 1500 അത്രയൊക്കെ കൊടുക്കണം. അപ്പം വീട്ടിലെ പണിക്ക് വരുന്ന ഒരാൾക്ക് 500 രൂപയൊക്കെ കുറവാണ് കേട്ടോ. അത് കുട്ടി ഒന്ന് മനസ്സിലാക്കണം. അല്ലേ പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്നവരോടാ, കുറവല്ലേ? അപ്പോൾ അവർ അങ്ങനെയൊക്കെ വരത്തുള്ളൂ. പിന്നെ വേലക്കാർ മറ്റേ ജോലിക്കാരെ പോലെ കറക്റ്റ് ടൈമിൽ വരണം, കറക്റ്റ് ടൈമിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കിട്ടൂല വീട്ടിൽ പണിക്ക്. ഇന്ന് വീട്ടുപണിക്ക് ആൾക്കാരെ കിട്ടാനില്ല, അതാണ് പാട്. പ്രത്യേകിച്ച് സിറ്റീസ്, ഇപ്പോൾ ഇവർ ട്രാൻഡ്രത്തൊക്കെ അല്ലേ, കിട്ടാൻ പാടാണ്. അതൊന്ന് മനസ്സിലാക്കുക കുട്ടി. നമുക്ക് ബാക്കി കേൾക്കാം. അവൾക്കൊരു 50 രൂപ ഗ്യാസിനെങ്കിലും ആവട്ടെ. അമ്മൂമ്മ ഇനിയിപ്പോൾ എന്നെ ഒരു കത്തി എടുത്ത് കുത്തിയാലും എനിക്ക് അമ്മൂമ്മനെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവരെന്നെ അത്രയ്ക്കും നോക്കിയതാണ്. അഹാനയായിട്ടുള്ള ഒരു ക്ലോസ്നെസ് അമ്മൂമ്മയ്ക്കില്ല. അമ്മൂമ്മയ്ക്ക് എന്നെ വളർത്തിയുണ്ട്, അമ്മൂമ്മയ്ക്ക് ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. അതേപോലെ എനിക്ക് എൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയാണ് എനിക്ക് ആ ക്ലോസ്നെസ് ഉള്ളത്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര അടിയായിട്ട് ഈ അമ്മു ഇത്രയും പറഞ്ഞില്ലേ, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. ആ ഗ്രൂപ്പിലുള്ള ബാക്കി കേൾപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ തൻവി പറഞ്ഞതുപോലെ തൻവിക്ക് ഇപ്പം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും തൻവി ആ അമ്മൂമ്മയുടെ കൂടെ നിൽക്കും. അത് വേറൊന്നും കൊണ്ടല്ല, തൻവിയെ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ സ്വന്തം അമ്മ പോലും മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല, ആ അമ്മൂമ്മയാണ് നോക്കിയതും വളർത്തിയതും ഒക്കെ. അതിൻ്റെ ഒരു സ്നേഹം എന്നും ആ പെൺകുട്ടിക്ക് കാണും. മനസ്സിലായോ? ഇത് എല്ലാവർക്കും അതുപോലെ ഉണ്ടാവണമെന്നില്ല. സ്വന്തം അമ്മൂമ്മയോടാണെങ്കിലും ശരി, സ്വന്തം അമ്മയോടാണെങ്കിലും ശരി. ഇത് തൻവിക്കുണ്ട്. ഇപ്പം അവരെന്തെങ്കിലും ചെയ്താൽ പോലും ഞാൻ നോക്കും, ഞാൻ നിൽക്കും. അത് ആ കുട്ടിക്കുള്ള സ്നേഹം. അവരെ വളർത്തിയതിൻ്റെ ആരുമില്ല. സ്വന്തം അമ്മ പോലും അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഒരു അവസ്ഥയിൽ വേറെ കല്യാണം കഴിച്ച് പോകുമ്പോഴത്തേക്ക് അമ്മൂമ്മ നോക്കുമ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ലോകത്ത് ഈ ലോകത്ത് ആ പെൺകുട്ടിക്ക് സ്വന്തം മക്കളും ഭർത്താവും കഴിഞ്ഞാൽ ഏറ്റവും സ്വന്തം അമ്മയെക്കാട്ടിലും ഇഷ്ടം ചിലപ്പോൾ ആ അമ്മൂമ്മയോടായിരിക്കും. അതുകൊണ്ടാണ് വന്ന് നിന്നത്. അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവണോ നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ആ അമ്മൂമ്മയുടെ അസുഖം OCD. അതുപോലെ തന്നെ അവരും നല്ല രീതിയിൽ തെറികളൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് ആ അമ്മൂമ്മ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അമ്മൂമ്മ തെറി പറഞ്ഞോട്ടെ, സിന്ധു കൃഷ്ണ വേണമെങ്കിൽ തിരിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. ഈ കൊച്ചുമകളായിട്ടുള്ള അഹാന മോളെ, നീ ആരാ? അപ്പോൾ നീ ഈ കാണിക്കുന്ന ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ ഉള്ളല്ലേ വീഡിയോയിൽ? ശരിക്കും ചന്തയാണല്ലേ? നോർമൽ മിഡിൽ ക്ലാസിൻ്റെ താഴെയുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മളെ കാട്ടിലും താഴെയുള്ള ഒരാളാണല്ലേ നീ. മാ തുറന്നാൽ തെറി മാത്രം വരുന്ന അത്രേ ഉള്ളൂ നീയും. അറിയാം ബാക്കി പിന്നെ അയ്യോ ഓസിക്കുട്ടി, ഓസിയെ പറ്റിയൊക്കെ ഈ തൻവി നല്ലത് പറയുന്നത് കേട്ടു കേട്ടോ. അതുകൂടെ പറയണമല്ലോ, പറയാതെ പോകുന്നത് ശരിയല്ല. തെറ്റുകൾ മാത്രം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതല്ല. ഓസി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഫാമിലിയിൽ. പിന്നെ ഇച്ചിരിയെങ്കിലും ഇഷ്ടം എന്നോടുള്ളത് ഓസിക്കാണ് എന്നൊക്കെ തൻവി പറയുന്നത് കേട്ടു. ഞാൻ അതൊന്നും എടുത്ത് കുത്തി കയറ്റാത്തതാണ്. നമുക്ക് ബാക്കി കേൾക്കാം. കൊച്ചാണ് സത്യം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മു ആ ഗ്രൂപ്പിലിട്ടതാ. ഇനി അവരെന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ഞാനും ഈ കാര്യം വിടുമായിരിക്കും. പക്ഷേ എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഞാനൊരു എക്സ്പ്ലനേഷനായിട്ട് അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുക. ഞാൻ പറയാം അവരെന്താണ് ആ ഗ്രൂപ്പിൽ അമ്മൂമ്മേനെ വിളിക്കുന്നതെന്ന്. എൻ്റെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞ് മോം ഇസ് നോട്ട് ഈവൻ വൺസ് ടെല്ലിങ് ഐ ഷുഡ് ഹവ് ലെറ്റ് ഡാഡ് ഡൗൺ സ്റ്റേഴ്സ് വാഷ്റൂം.
അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറയുക അപ്പൂപ്പൻ മേലത്തെ ബാത്റൂം, ഇവരെല്ലാവരും പറഞ്ഞ മേലത്തെ ബാത്റൂമിൽ അപ്പൂപ്പൻ പോയി യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പൂപ്പൻ മരിച്ചു പോയത്, ഇതെല്ലാം കാരണക്കാരി എൻ്റെ അമ്മൂമ്മയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പൂപ്പന് മേലത്തെ ബാത്റൂമിൽ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അപ്പൂപ്പൻ മേലത്തെ ബാത്റൂമിൽ യൂസ് ചെയ്യില്ല, ആ വാഷിംഗ് മെഷീൻ ബാത്റൂം അവരെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പൂപ്പൻ ആദ്യം രാവിലെ അമ്മ ഒരു ബക്കറ്റിൽ താഴെ തുണിയിട്ട് വെക്കാം, അമ്മൂമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, അമ്മൂമ്മ അങ്ങനെ സ്റ്റെപ്പ് കയറത്തില്ല, അത്യാവശ്യം ഇല്ലെങ്കിൽ കയറത്തില്ല. അപ്പം ആ ബക്കറ്റ് തുണി, അപ്പോൾ അപ്പം എന്തെന്ന് വെച്ചാൽ ആ തുണി കൊണ്ടുവന്ന് ആ മേലത്തെ ബാത്റൂമിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അപ്പോൾ അവിടെ രാവിലെ കക്കൂസൊക്കെ യൂസ് ചെയ്തിട്ട് പല്ലൊക്കെ തേച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു അപ്പൂപ്പൻ ചെയ്തു. അപ്പൂപ്പൻ്റെ സ്ഥിരം ശീലം ഇതായിരുന്നു. പിന്നെ ഹോംലെസ് വന്നതിന് ശേഷം അപ്പൂപ്പൻ ആ ശീലം പിന്നെയും കണ്ടിന്യൂ ചെയ്യണം. ആയവരോട് നമുക്ക് അടിയുണ്ടാക്കാൻ പറ്റുമോ? അപ്പൂപ്പൻ അങ്ങനെ കയറി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കയറി വന്ന ഒരു ദിവസമാണ് അപ്പൂപ്പൻ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് അപ്പൂപ്പൻ മരിച്ചു പോയത്. എനിക്കന്നും അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോള് പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ ചാറ്റിനെ പറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആ അപ്പൂപ്പൻ പുള്ളി ഇതുപോലെ പുള്ളിക്ക് മേളിലൊന്നും കയറാൻ പറ്റത്തില്ല, അമ്മൂമ്മയ്ക്കാണെങ്കിൽ തീരെ പറ്റത്തില്ല. പക്ഷെ പുള്ളിയാണ് മേളിൽ കൊണ്ടുപോയി തുണിയൊക്കെ നനയ്ക്കാൻ കയറി പൊക്കോണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പൊക്കോണ്ടിരുന്നപ്പോഴാണ് മേളിലോട്ട് പോയപ്പോഴാണ് പുള്ളിക്ക് അറ്റാക്ക് വന്നത്. സോ അതിൻ്റെ പേരിലാണ് ഇവരെല്ലാവരും കൂടെയും അമ്മൂമ്മയെ അങ്ങോട്ട് ക്രൂശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും, രണ്ടുപേരും പ്രായമായവരാ, രണ്ടുപേർക്കും വയ്യ. പിന്നെ അപ്പൂപ്പൻ കുറച്ചും കൂടെ ഒരു ആരോഗ്യം കൊണ്ട് ചിലപ്പോൾ ബെറ്റർ ആയിരുന്നിരിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തം ഭാര്യയല്ലേ, അവളെ മേളിലോട്ട് വലിച്ചു കയറ്റിക്കണ്ട, ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ മനുഷ്യൻ മേളിലോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് ഇത് പറ്റിയത്, അത്രേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഈ അമ്മുമ്മയെ അങ്ങോട്ട് ക്രൂശിച്ചങ്ങോട്ട് ഇല്ലാതാക്കണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്മുമ്മ കാരണമാണ്, അതൊക്കെ പറയുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല കേട്ടോ. അതൊന്നും ശരിയല്ല. ചിലപ്പോൾ ഇതൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും അമ്മുമ്മ നല്ല രീതിയിൽ തെറി വിളിച്ച് പറയുന്നത്. അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ? ബാക്കി എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞ് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. ഓൾ ദറ്റ് ബിച്ച് നീഡ്സ് ഇസ് മണി, ഐ വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് വിത്ത് 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണതെന്ന് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അഹാന അയച്ച ഒരു മെസ്സേജാണ്, തൻവി യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഈസ് ദ ബിഗ്ഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. ഇഫ് യു എനിക്ക് കള്ളം, എൻ്റെ കൊച്ചാണ് സത്യം. അഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് അലൈവ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. പറഞ്ഞോ. ബാക്കി അമ്മുമ്മ സംസാരിക്കുന്നതാണ്, കേൾപ്പിക്കാം. അഹാന അമ്മുമ്മയല്ലേ, അവര് വിളിക്കും. അവർക്ക് നിങ്ങളെക്കാട്ടിലും മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ആളുകൾ നല്ല തെറിയായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. പക്ഷേ ആ അമ്മുമ്മയെ ചെന്ന് ഗ്രൂപ്പിൽ പച്ചയ്ക്ക് വേണമെങ്കിൽ നീ മോന്തയ്ക്ക് പോയി വിളിക്ക്. അങ്ങനെ വിളിക്കണമെന്ന് ഞാനങ്ങ് പറഞ്ഞതല്ല കേട്ടോ. നീ അത് കാണിച്ചാൽ പോട്ടെ, നാട്ടുകാർ അറിയുന്നില്ല. പക്ഷേ ഇതെന്തോ നീ പറഞ്ഞേക്കുന്നത്, ഗ്രൂപ്പിലൊക്കെ ചെന്നിട്ട് ബാക്കി എല്ലാവരും ഇപ്പം അത്രയ്ക്കും സ്റ്റാൻഡേർഡ് ഇല്ല നിനക്ക്. ബാക്കി നിൻ്റെ ഉള്ള ഫാമിലി മെമ്പേഴ്സും കാണുന്ന രീതിയിൽ തന്നെ ചെന്നിട്ട് നീ വിളിച്ചിരിക്കുന്ന വാക്കൊക്കെ ചെറുതാണോ കുഞ്ഞേ? എന്നിട്ട് ഇന്നലെ വന്നിരുന്ന് മറ്റേ എന്തുമായിരുന്നു, അമ്മൂമ്മ അങ്ങനെ വിളിക്കുന്നു, ഞങ്ങളെ അമ്മൂമ്മ ഇങ്ങനെ വിളിക്കുന്നു, ആ സ്ത്രീയുടെ ബായിന്ന് എന്തൊക്കെയാ വീഴുന്നേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ ബായിന്ന് വീഴുന്നൊന്നും ഞങ്ങളാരും അറിയത്തുള്ളെന്ന് ബുദ്ധാർത്ഥോ? അതുകൊണ്ടാണോ? എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര അങ്ങ് ലുക്കിൽ അങ്ങോട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് നടന്നാലും വെറും തറയാണ്. അതൊന്നും മനസ്സിലാക്കണം നമ്മളെല്ലാവരും. ബാക്കി അമ്മൂമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാം ഒന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല കേട്ടോ, കുറച്ചുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഞാനിതങ്ങ് കേൾപ്പിക്കാം. മെയിൻ കുറച്ച് കാര്യങ്ങളാണ്, ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം. തല്ലാൻ പോയതും അതൊന്നും ഞാൻ കേട്ടുന്നില്ല. എൻ്റെ പൊന്നെ അഹാനമുള്ളേ, ബെസ്റ്റാ നീ. എൻ്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ
ഒരു പിന്നെ ബാക്കി കേൾപ്പിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. മൊത്തത്തിൽ അങ്ങോട്ട് സിന്ധു കൃഷ്ണയും അഹാനയും അങ്ങോട്ട് വലിച്ചു കീറുന്നതല്ല. നമ്മൾ മൊത്തത്തിൽ കാര്യങ്ങൾ മൊത്തത്തിൽ കേട്ടിട്ട് വേണമല്ലോ ഒരു അഭിപ്രായം പറയാൻ. പ്രത്യേകിച്ച് ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഇതിന്റെ ശരി എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് ഒരു പരിധി കൂടുതൽ അറിയില്ല. ഇവരുടെ സൈഡ് പറയും, അവരുടെ സൈഡ് പറയും. മനസ്സിലായോ? ഇവരുടെ ഇരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ വിടും, അവരുടെ ഇരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ വിടും. നമ്മൾ ഇതിനകത്തില്ല, നമ്മൾ കാണികളാണ് അല്ലേ ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ നമുക്കൊരു പരിധിയിൽ കൂടുതൽ ഒരാളുടെയും സൈഡിൽ നിന്ന് ഞാൻ ആ പരിപാടി നിർത്തി. നടക്കത്തില്ല. കാരണം അഹാന ഇന്നലെ കാണിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ കേട്ടപ്പോൾ അയ്യോ അമ്മൂമ്മ ഒറ്റ എന്ത് ദുഷ്ടയാ അവള്, പാവം എൻ്റെ അഹാന മോള് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടേ. പക്ഷെ അടുത്ത ദിവസം വരുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പം ഈ പറയുന്ന കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, അമ്മൂമ്മ തന്നെ പറയുന്നുണ്ട് അമ്മൂമ്മയുടെ കാര്യങ്ങൾ പണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ്റെ കാര്യം മരിക്കുന്നോടം വരെ സിന്ധു നോക്കി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വേറെയും മക്കളുണ്ടല്ലോ, അവരും കൂടെയൊക്കെ നോക്കണ്ടേ ഈ അമ്മൂമ്മയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ? അതെന്താ അതിനെപ്പറ്റി അതും കൂടെ വേണ്ടേ? അല്ലെങ്കിൽ അമ്മൂമ്മ ഇപ്പോൾ പറയുന്നത് അമ്മൂമ്മയുടെ കാര്യങ്ങളൊന്നും കുറച്ചായിട്ട് അവൾ നോക്കുന്നില്ല, വേറെയും മക്കളില്ലേ, അവരെന്താ നോക്കാത്തത്? ഒരു ചോദ്യചിഹ്നമാണ്. ഇല്ല, ഞാനത് ചോദിക്കും. അത് ചോദിക്കണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വേറെ ആരും എന്താ നോക്കാത്തത്? ഇല്ലെങ്കിൽ ഈ തൻവിയുടെ അമ്മ, അവരും കൂടെ നോക്കേണ്ടതല്ലേ? അവരുടെയും കൂടെ അമ്മയല്ലേ? അത് നമ്മളെല്ലാവരും ഒന്ന് ചോദ്യചിഹ്നത്തിൽ ഇടണം കേട്ടോ. എന്നിട്ട് വേണം ഈ അഹാന പറഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ വിളിച്ചതൊന്നും. പക്ഷേ സിന്ധുകൃഷ്ണയുടെയൊക്കെ കേസിൽ ആ ഒരു സൈഡും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് വെക്കുക. ഇല്ലെങ്കിൽ നാളെ നമുക്ക് തന്നെ പണിയാവും. ബാക്കി കേൾക്കാം. ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേ. ഓക്കെ, എന്തോ ഒരു പാട്ടിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ അമ്മൂമ്മ പാടിക്കൊടുത്തത്. അത് എന്തു പാട്ടായിരുന്നു അമ്മൂമ്മേ? നല്ല തെറിവല്ലം വിളിച്ചതാണോ? അല്ല, അതുപോലെ തന്നെ ഈ നീ എന്നൊക്കെ പറഞ്ഞ് അത് വേണ്ടായിരുന്നു. നിങ്ങളെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പം ഇഷ്ടമല്ല, അഹാനയ്ക്കും സിന്ധുവിനും ഒന്നും ഇഷ്ടമല്ല, അതുപോലെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് നീ ബന്ധം വെക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിളിക്കാം എന്ന് വെച്ച് അങ്ങനെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിടാം, അല്ലെങ്കിൽ വോയിസിലിടാം. ഇട്ടോ, അവരുടെ ഇഷ്ടം. മനസ്സിലായോ? പക്ഷേ ഇത് മറ്റേ നിങ്ങൾ നിന്നും വിളിക്കുന്നവരെ നിന്നോട് ഞാൻ അത് എന്തിന്? അതിൻ്റെ ആവശ്യം എന്താ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹാന ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ അമ്മൂമ്മ ഇപ്പോൾ പോസ്റ്റ് അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് വയ്യ, അസുഖം ഉള്ളതാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അസുഖത്തിൻ്റെ പുറത്താണ് അവർ തന്നെ അത് പറയുന്നു. ഞാനും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ ഇതുപോലെ അഹാന എല്ലാം ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അഹാന, നീ ഈ ബി വെച്ചിട്ടുള്ള വാക്ക് വിളിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ. കൂടാതെ അവരിപ്പോൾ പറയുന്നതും അവർ വായിക്കുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നിന്നെ അല്ലേ ഫസ്റ്റ് കല്ലെറിയണ്ടേ? സിന്ധു കൃഷ്ണയല്ല, ഫസ്റ്റ് നിന്നെ വേണം കല്ലെറിയാൻ. അവർ പറയുന്നുണ്ടല്ലോ ഞാൻ അഹാനെ മാത്രമേ വിളിക്കുന്നുള്ളൂ, ഓസിയെയോ അല്ലെങ്കിൽ മറ്റേ ഇഷാനെയോ അൻസികയോ ഒന്നും ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ഇവളെ മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പൊ അഹാനയോടുള്ള ചോദ്യമാണ് അതെന്താ മോളെ, നിന്നെ മാത്രം ഇവരുന്നല്ല പള്ളു വിളിച്ച് പറയുന്നത്? അപ്പൊ നിന്റെ കയ്യിരിപ്പ് അത്ര നന്നായിട്ട് ഉള്ളത് കൊണ്ടാണോ ഇവർ നിന്നെ മാത്രം പറയുന്നത്? ബാക്കി എല്ലാവരുടെയും വെറും മോശം സ്വഭാവമായത് കൊണ്ടാണോ അവരൊന്നും പറയാത്തത്? അങ്ങനെയാണോ? കുറച്ചുകൂടെ കേൾക്കാം.
അവര് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറയണം. മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞും കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്ന അമ്മ പറയുന്ന ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട. കുടുംബ പ്രശ്നം വീണ്ടും ഞാൻ പറയുന്നു, എല്ലാ വീട്ടിലും ഉണ്ട് ഇല്ലേ? കുടുംബ പ്രശ്നമില്ലാത്ത വീടുകൾ എന്തെങ്കിലും ഉണ്ടോ? മക്കളും അച്ഛനും അമ്മയായിട്ട് ചിലപ്പോൾ പ്രശ്നം കാണും, ചിലപ്പോൾ മക്കളും മുത്തശ്ശി അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കസിൻസ് ഒക്കെ കാണും. പക്ഷെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് തൻവിയോട് ഞാനൊരു കാര്യം പറയാം. തൻവിയെ സപ്പോർട്ട് ചെയ്യാം ഒരു പരിധി വരെ, എങ്കിൽ പോലും തൻവിയായിട്ട് ആദ്യത്തെ വീഡിയോയിൽ ഈ അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ അത് വാട്ടെവർ എന്തുകൊണ്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സൈഡ് പറയുന്നു, അത് ഞാൻ ചെല്ലാൻ വേണ്ടി അമ്മൂമ്മ പറഞ്ഞത്, പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം അത് അങ്ങനെ കാണിക്കുമ്പോൾ എന്താണെങ്കിലും സിന്ധു അഹാന അവർക്ക് അങ്ങനെ തോന്നി, അവർ റിയാക്ട് ചെയ്തു. എസ്പെഷ്യലി അഹാന മാറ്റി നിർത്ത്, അവർക്ക് ചിലപ്പോൾ നിങ്ങളോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് പറയാം. പക്ഷെ നാട്ടുകാർ എല്ലാവർക്കും അങ്ങനെ തോന്നിയില്ലേ? തൻവി അത് മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. കുഞ്ഞൊന്നും അല്ല, ആണോ? അല്ല. പൈസയ്ക്ക് വേണ്ടിയായിരുന്നോ? നിങ്ങളുടെ സൈഡിലായിരിക്കും കംപ്ലീറ്റ്ലി ശരി, അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ചുമ്മായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ കൃഷ്ണകുമാർ കുടുംബവും അത്ര ഭയങ്കര ഒന്നുമല്ല. ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ മറ്റേ ആ വിഗ്രഹം താഴെ വീണങ്ങോട്ട് ഉടഞ്ഞു. ചില ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നേ, ചിന്തു അമ്മ അഹാന സൂപ്പറാ, തീർന്നില്ലേ? ഇവിടെ തീരട്ടെ. ഇത് പ്രശ്നങ്ങളില്ലാത്ത നമ്മളീ കാണുന്നൊന്നും അല്ല ശരിക്കുള്ള ആളുകൾ, ഇവരുടെയൊക്കെ മനസ്സിൽ ഇൻക്ലൂഡിങ് മീ അകത്തെന്താണെന്ന് അറിയാവോ ആർക്കെങ്കിലും? ഇല്ല. ഇതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ കാര്യം കഴിഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. അടുത്തത് ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ്, മറക്കാതെ കാണുക.